it seems there is more politics in sports, than in politics itself. ഒരു സമയം ഉണ്ടായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ, അതായത് ഒരു ടെസ്റ്റ് മാച്ച് ക്രിക്കറ്റുണ്ട്, 50 രൂപയായിരുന്നു അന്നത്തെ ഫീ. ഈ 50 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂലി ഇതാണ്, അതായത് ഒരു ദിവസത്തെ കൂലിയാണ്. ആ ദിവസം നിങ്ങൾ വർക്ക് ചെയ്താലേ കൂലിയുള്ളൂ. അതിപ്പം ലിയാൻഡർ പേസ് ആയാലും അല്ലെങ്കിൽ അഭിനവ് ബിന്ദ്ര ആയാലും നീരജ് ചോപ്ര ആയാലും നമ്മുടെ സിസ്റ്റം കൊണ്ട് അവർ മെഡൽ പ്രൊഡ്യൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയെന്നുള്ള വിലയിരുത്തലുകൾ ഇനി വന്നു തുടങ്ങും. വിനേഷ് ഫോഗാട്ടിൻ്റെ അയോഗ്യത, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. മികച്ച പ്രകടനങ്ങൾ എത്രത്തോളം ഇനി അങ്ങോട്ട് തുടരാൻ സാധിക്കും പല താരങ്ങൾക്കും എന്നുള്ള വിഷയവും ഉയർന്നു വരും. എന്തായാലും നമുക്ക് സംസാരിക്കാം ഈ വിഷയങ്ങൾ. ആഗോള കായിക മാമാങ്കമായ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ പ്രകടനം, അതുപോലെ തന്നെ മറ്റു പല കായിക മേഖലയിലെയും പ്രകടനങ്ങളും നമുക്ക് ഇപ്പോൾ വിലയിരുത്താം. എന്നോടൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നു ശ്രീദത്ത് എസ് പിള്ളൈ. അദ്ദേഹം സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററാണ്, ലീഡർഷിപ്പ് ട്രെയിനറാണ്, ഒട്ടേറെ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. നമസ്കാരം ശ്രീദത്ത്. നമസ്കാരം ലിയോ, താങ്ക് യു വെരി മച്ച്. ശ്രീദത്ത്, നമ്മൾ പാരീസ് ഒളിമ്പിക്സ് പല രീതിയിൽ വാർത്തകളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഹോക്കിയിൽ നമ്മൾ വെങ്കല മെഡൽ ആവർത്തിച്ചു. ബട്ട് ചില മത്സരങ്ങളിലെ ഒക്കെ തന്നെ അമ്പയറിങ്ങിനെ കുറിച്ച് സംശയമുണ്ടായിരുന്നു. പല മത്സരങ്ങളിലെയും അല്ലെങ്കിൽ സംഘാടനത്തിലും ചില സംശയങ്ങൾ ഉയർന്നൊരു ഒളിമ്പിക്സാണ്. നമ്മുടെ ഗുസ്തിയിൽ ഫൈനലിലേക്ക് ഗംഭീര പ്രകടനത്തോടുകൂടി എത്തിയ വിനേഷ് ഫോഗാട്ടിന് അയോഗ്യത 100 ഗ്രാം കൂടിയത് കൊണ്ട് മത്സരിക്കാനാവാതെ പോവുകയാണ്. അതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഗംഭീര പ്രകടനങ്ങൾ വേറെയുമുണ്ട്. എന്ത് തോന്നുന്നു? ഈ സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരുപാട് വർഷമായി പ്രവർത്തിക്കുകയാണ് ശ്രീദത്ത്. ഗുസ്തിയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം? എൻ്റെ മനസ്സിലും ഇപ്പോൾ ആ ഒരു ചിന്തയാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്, അത് ഞാൻ എൻ്റെ ലൈഫിനെ കാണുന്നത് ഇറ്റ്സ് ത്രൂ ദ ലെൻസ് ഓഫ് സ്പോർട്ട്. അപ്പം ഞാൻ തീരെ ഒരു കുട്ടിയായിരുന്നു 88-ൽ, എനിക്ക് വലിയ ഓർമ്മയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയുള്ളത്, ബെൻ ജോൺസൺ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ 100 മീറ്റർ റേസിൻ്റെ ഫിനിഷാണ്. ആ ഒരു ഫിനിഷ് കാൾ ലൂയിസിനെ ബീറ്റ് ചെയ്ത്, അപ്പം നമുക്ക് ഒരു ബെൻ ജോൺസൺ എന്ന് പറഞ്ഞാൽ ഒരു കരീബിയൻ ഐലൻഡിൽ നിന്ന് വന്ന് കാനഡയ്ക്ക് വേണ്ടി മത്സരിച്ച ഒരു മനുഷ്യൻ, കാൾ ലൂയിസ് ഇസ് എൻ അമേരിക്കൻ. നമുക്കൊരു ഇന്ത്യൻ്റെ ഒരു സ്നിഫ് പോലും ഇല്ലാത്ത സമയമാണ്. അതെ. ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്കൊരു ഗോൾഡ് മെഡൽ മാച്ചിന് മുമ്പ് ഒരു ഇന്ത്യൻ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു സമയത്തൊരു സ്വപ്നമായിരുന്നു, ഈ ലെവലിൽ വരിക എന്നുള്ളത്. നമ്മളിവിടെ എത്തിയാൽ പോരാ എന്നുള്ളത് വേറൊരു കാര്യം. ഞാൻ രണ്ട് ഒളിമ്പിക്സിൽ നാഷണൽ TV-യിൽ ആങ്കർ ചെയ്ത ആളാണ്, റിയോയും അതുപോലെ തന്നെ ടോക്കിയോയും. പല മൊമെൻറ്റ്സും കണ്ടിട്ടുണ്ട്. അത് ഇന്ത്യൻസ് ഇൻവോൾവ് ചെയ്ത് കണ്ടിട്ടുണ്ട്, അല്ലാതെ ഉണ്ട്. പക്ഷേ ഇത്രയും നമ്മളുടെ ഒരു കളക്റ്റീവ് എന്താ പറയുക, ഒരു മനസാക്ഷി അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഒരു ഇതിനെ ഹേർട്ട് ചെയ്തൊരു ഇൻസിഡൻറ്റ് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്പെയർ എ തോട്ട് ഫോർ വിനീഷ്, ഇറ്റ്സ് നോട്ട് ഈസി. 100 grams എന്നുള്ളത്, 100 grams ക്യാൻ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് എന്നുള്ളത്. അതിനകത്ത് പലരും പല തിയറീസ് പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും സാഡായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവരും പലതും പറയുന്നുള്ളതും നമ്മുടെ നാടിൻ്റെ വേറൊരു പ്രത്യേകതയാണ്. സോ ലെറ്റ്സ് നോട്ട് ഗോ ഇൻ ടു ദാറ്റ്. പക്ഷേ വാട്ട് എവർ ഹാപ്പൻസ്, എനിക്ക് തോന്നുന്നു ഷീ വിൽ ബി ഡിവാസ്റ്റേറ്റഡ്. അതിൽ നിന്ന് പുറത്തു വരാൻ അതിനെ സൈക്കോളജിസ്റ്റോ, ഐ ഹോപ്പ് ഷീ കംസ് ഔട്ട് ഓഫ് ഇറ്റ്. അല്ല, ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ആ കസരയിൽ ഇരുന്നുകൊണ്ട് ശ്രീദത്തിന് പറയാൻ സാധിക്കില്ല. ഇതിന് മുൻപ് നടന്ന സ്ട്രഗിൾ, വിനേഷ് ഫോഗാട്ട് ഉൾപ്പെടെയുള്ളവർ നടത്തിയ പോരാട്ടം, അത് അൺബിലീവബിൾ പോരാട്ടമായിരുന്നു. ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത അത്രയും പോരാട്ട വീര്യം കാണിച്ചുകൊണ്ട് നമ്മുടെ ഒട്ടേറെ ഗുസ്തി താരങ്ങൾ രംഗത്ത് വരുന്നു. അവർ സമരം ചെയ്യുന്നു. അവരെ ഹാൻഡിൽ ചെയ്ത രീതി ഒരു കാരണവശാലും ശരിയായില്ല. അത് എനിക്ക് മാത്രം പറയാൻ സാധിക്കുന്ന കാര്യമാണ്, എനിക്ക് തോന്നുന്നു. കാരണം ഈ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഐ വിൽ നോട്ട് ഫോഴ്സ് യു ടു കമൻറ്റ് ഓൺ ദാറ്റ്. ഈ ഒരു വിഷയം തെരുവിലേക്ക് എത്തുന്നതിന് മുൻപ് മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരിഹരിക്കേണ്ടത് തന്നെയായിരുന്നു. ഏതെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റർ മോശമായി പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ഹീ ഷുഡ് ബി ഒരു നിമിഷം പോലും വൈകാതെ മാറ്റേണ്ടത് തന്നെയാണ്. സംശയത്തിൻ്റെ നിഴലിൽ നിന്നും മോചിതനാകാതെ അദ്ദേഹത്തെ വീണ്ടും മെയിൻ സ്ട്രീമിലേക്ക് വരാൻ അനുവദിക്കുകയും ചെയ്തത്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ അതിൻ്റെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞു. ആ പോരാട്ടം നമ്മുടെ ഗുസ്തി താരങ്ങൾ വളരെ വീരോചിതമായി തന്നെ പൊരുതുകയും അവർ മുന്നേറുകയും ചെയ്തു. ആ തെരുവിൽ നിന്നാണ് പാരീസിലെ ഗോദയിലേക്ക് പൊരുതിക്കയറിയത് വിനേഷ് ഫോഗാട്ട്. ആ ഉജ്ജ്വല പോരാട്ടമായിരുന്നു, ഗംഭീര ഫോമിലുമായിരുന്നു. ലോക 1-ാം നമ്പർ താരത്തെയൊക്കെ
മലർത്തിയടിച്ച് മുന്നേറിയ ആ പോരാട്ടം ഗംഭീരമായിരുന്നു. തിരിച്ചു വരിക ഒരു ബുദ്ധിമുട്ടുള്ള കാര്യവുമായിരിക്കും. പക്ഷേ ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒളിമ്പിക്സ് പോലുള്ള വേദിയിൽ 100 ഗ്രാമിന് വേണ്ടി ഫൈനലിൻ്റെ തലേ രാത്രി ഉറങ്ങാതെ സൈക്ലിങ്ങിന് പോകുന്നു, ജോഗിങ്ങിന് പോകുന്നു, മുടി മുറിക്കുന്നു, വേഷം കുറയ്ക്കുന്നു, എന്തെല്ലാം ചെയ്തു. ഒരു കായിക വെള്ളം പോലും കുടിച്ചില്ല എന്നാണ് പറയുന്നത്. എങ്കിലും ബിഗ് സല്യൂട്ട് വിനേഷ് ഫോഗാട്ടിന്. ഈ ഒരു ഇഷ്യൂ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ മറ്റ് ഇഷ്യൂസിൻ്റെ അല്ലെങ്കിൽ സ്പോർട്ടിലുള്ള ഇഷ്യൂവിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. കാരണം വി ആർ നോട്ട് പ്രൊഫഷണൽ യെറ്റ്. അതാണ് സത്യം. ഇപ്പം നമ്മൾ പല സ്പോർട്ടിലും നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമുക്ക് ആ പോപ്പുലേഷൻ ഇസ് ഹ്യൂജ്, നമുക്ക് ടാലൻ്റ് ഉണ്ട് ഗ്രാസ് റൂട്ട് ലെവൽസിൽ. വേറെ ഒന്നും നോക്കണ്ട. നമ്മൾ ഇപ്പം ജൂനിയർ ചാമ്പ്യൻസ് ഇഷ്ടംപോലെ വരുന്നു. വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യൻ, US ഓപ്പൺ ചാമ്പ്യൻ, അല്ലെങ്കിൽ ഫ്രഞ്ച് ഓപ്പൺ. ഇവരെന്താണ് സീനിയർ ലെവലിലേക്ക് സർക്യൂട്ടിലേക്ക് വരുമ്പോൾ എങ്ങും എത്താതെ പോകുന്നത് എന്താണ്? ഇതുപോലുള്ള പല പല റീസൺസ്. അതിൽ ചിലപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ജനറ്റിക്കലി അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഫിറ്റ്നസ് ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ന്യൂട്രീഷൻ്റെ ആവാം. ബട്ട് അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള സയൻറ്റിഫിക് മെത്തേഡ്സ് ഇപ്പോൾ ഉണ്ട്. നമുക്കതിന് കോച്ചസ് we do have the know-how and we do have the expertise to get the right kind of experts to help us. ഇതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള അശ്വിനി നച്ചപ്പ, ഫോമർ സ്പ്രിൻറ്റർ, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഷോ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇറ്റ് സീംസ് ദർ ഇസ് മോർ പൊളിറ്റിക്സ് ഇൻ സ്പോർട്സ് ദാൻ ഇൻ പൊളിറ്റിക്സ് ഇറ്റ് സെൽഫ്. അതായത് രാഷ്ട്രീയത്തിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയം നമ്മളുടെ സ്പോർട്സ് മേഖലയിലുണ്ട്. ഞാൻ കൂടുതൽ പറയും, ഇപ്പോൾ അസോസിയേഷൻസിൻ്റെ കാര്യം തന്നെ പലപ്പോഴും അവർ തമ്മിലുള്ള ഈഗോ, അല്ലെങ്കിൽ പല ആൾക്കാരും എനിക്ക് തോന്നുന്നു സ്പോർട്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പം നിങ്ങൾക്ക് നല്ല അഡ്മിനിസ്ട്രേറ്റീവ് ഒരു പരിധി വരെ അതിൻ്റെ ആവശ്യമുണ്ട് നമ്മുടെ കൾച്ചറിൽ. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഇന്ത്യയുടെ ഒരു സിംബാബ്വെ ടൂറിൽ പോയി ഇന്ത്യൻ ടീമിൻ്റെ ഒരുപാട് പേരുടെ പാസ്പോർട്ട് കളഞ്ഞുപോയി. അവിടെയൊന്നും ടൂർ ചെയ്യുന്ന അത്ര സേഫായിട്ടുള്ള സ്ഥലമായിരിക്കില്ല. പക്ഷേ അവിടെ ഒരുപാട് പേരുടെ പാസ്പോർട്ട്, ഒരു 6-7 പ്ലേയേഴ്സിൻ്റെ പാസ്പോർട്ട് പോയി. വിതിൻ എ ഡേ നമുക്ക് പുതിയ പാസ്പോർട്ട് കിട്ടി. അപ്പോൾ അവിടെ ഒരു ഡിപ്ലോമാറ്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കതൊരു ഗുണകരമാണ്. പക്ഷേ വി നീഡ്, ഇപ്പം ഒരു പൊളിറ്റീഷ്യൻ അല്ലെ ഒരു സീനിയർ ബ്യൂറോക്രാറ്റ് അവിടെ വരുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ദേ ഷുഡ് ബി ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്ട്. They should be genuinely interested in the promotion of Indian sport. Yes. അല്ല, എനിക്ക് അക്കാര്യത്തിൽ എനിക്കും ചില കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ അപ്പെക്സ് ബോഡിയാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുമുള്ള സ്പോർട്സ് ഫെസിലിറ്റീസ് മാനേജ് ചെയ്യുകയാണ്. ഒട്ടേറെ ട്രെയിനിങ് സൗകര്യങ്ങൾ അവർ ഒരുക്കാറുണ്ട്. കേരളത്തിലും ഉണ്ട്. കേരളത്തിൽ കാര്യമെടുക്കുകയാണെങ്കിൽ സായിയുടെ ഹോസ്റ്റലുകൾ പല ജില്ലകളിലുമുണ്ട്. പക്ഷേ പല സ്ഥലത്തും ഇപ്പോൾ അതൊക്കെ ഡൈയിങ് സ്റ്റേജിലാണ്. അതായത് അതൊക്കെ നിർത്തിപ്പോയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ സ്പോർട്സ് ട്രെയിനിങ് ആണെങ്കിൽ സ്റ്റേഡിയത്തിലേ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോർ സ്റ്റേഡിയം വേണം. ഈ സ്റ്റേഡിയംസ് അതാത് ലോക്കൽ ബോഡീസിൻ്റെ, ഒന്നുകിൽ കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിരിക്കും. ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവർ കേന്ദ്ര സർക്കാർ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് അവർക്ക് വിരുദ്ധമായിട്ടാണ് എന്നുണ്ടെങ്കിൽ അവിടെ പൊളിറ്റിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കൃത്യമായി ഫെസിലിറ്റി കൊടുക്കാതിരിക്കുക, വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതിരിക്കുക, അങ്ങനെ ഉള്ള ഒരു മോശം ഒരു സാഹചര്യം അതൊന്നുണ്ട്. 2, കായിക താരങ്ങളെ കൃത്യമായി എനിക്ക് ബേസിക് ആയിട്ടുള്ളൊരു സംഭവം സ്പോർട്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നടക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ പഠിച്ച സ്കൂളിൽ 2000 കുട്ടികളുണ്ടായിരുന്നു. അതിൽ I was fortunate enough to be a part of Sports Authority of India's training hostel. അപ്പോൾ ഒരു സ്റ്റേറ്റ് റെക്കോർഡ് ഉണ്ടായിരുന്നു 110 മീറ്റേഴ്സ് ഹഡിൽസിൽ ഞാൻ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് വിജയിച്ചിട്ടുണ്ട്, നാഷണൽ ലെവലിൽ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ, അതിലേക്ക് തന്നെ വരാം. പാർട്ടിസിപ്പേഷൻ, മാസ് പാർട്ടിസിപ്പേഷൻ ഇല്ല നമുക്ക്. 2000 കുട്ടികൾ പഠിച്ച സ്കൂളിൽ നിന്നും 4-5 പേർ മാത്രമാണ് സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വരുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് വരുന്നില്ല. ഞാൻ പഠിച്ച സമയത്ത് ആ സ്കൂളിൽ അന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഉണ്ടായിരുന്നു. അവർ ഒരുവിധം ഫിസിക്കൽ ക്വാളിറ്റീസ് ഉള്ളവരെ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുമായിരുന്നു. പിന്നീട് ആ ടീച്ചർ സ്ഥലം മാറിപ്പോയി. പിന്നീട് അവിടേക്ക് സ്പോർട്സ്
ടീച്ചേഴ്സ് വന്നിട്ടും ഇല്ല. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ഈ 2000 കുട്ടികൾ ഉള്ളതിൽ ഒരു 2000 പേരെയും നമ്മൾ ഒന്ന് പരീക്ഷിക്കുകയാണ്. അവരോട് അവരുടെ ക്വാളിറ്റീസ്, ഫിസിക്കൽ ക്വാളിറ്റീസ്, അവരുടെ റണ്ണിങ് ക്വാളിറ്റീസ്, അവരുടെ മോട്ടോർ എബിലിറ്റി അല്ലെങ്കിൽ മോട്ടോർ ക്വാളിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത്, സ്റ്റാമിന, ഇതൊക്കെ ഒന്ന് നമ്മൾ പരീക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 2000 പേരിൽ ഒരു നല്ലൊരു ശതമാനം കുട്ടികൾക്ക് സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നവരായിരിക്കും, പ്രൊവൈഡഡ് അവർക്ക് നല്ല ശാസ്ത്രീയമായ പരിശീലനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതൊന്ന്. അപ്പോൾ ഈ 144 കോടി ജനങ്ങൾ ഉള്ള ഇന്ത്യയിൽ നമുക്ക് എല്ലാവരിലേക്കും ഒരു സ്പോർട്സ് കൾച്ചർ വരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഫിറ്റ്നസ്സിന് വേണ്ടി നമ്മൾ കുട്ടികളുടെ സ്പോർട്സിലേക്ക് പ്രോത്സാഹിപ്പിക്കുക, അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നവർ സ്പോർട്സ് കരിയറായി എടുക്കട്ടെ, ബാക്കിയുള്ളവർക്ക് നല്ല ഭാവി ഉണ്ടാകും, നല്ല ആരോഗ്യമുള്ള തലമുറയെ നമുക്ക് കിട്ടുകയെങ്കിലും ചെയ്യും. ഈ ഒരു മാസ് പാർട്ടിസിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അളവ് വരെ ഈ സ്പോർട്സിൽ പിന്നിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് വേണ്ടിയത് സ്പോർട്സ് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാകണം. ദൗർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ ഇല്ല. ഇപ്പോൾ 2-3 പോയിന്റ്സ് ഇതൊരു ഇപ്പോൾ ലിയോ ഇത്രയും പറഞ്ഞതിൽ 2-3 പോയിന്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് വളരെ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ആസ് യു റൈറ്റ്ലി സെഡ്, വി ഡോണ്ട് ഹാവ് എ സ്പോർട്ടിംഗ് കൾച്ചർ. ദാറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് എ കൾച്ചർ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പാരൻറ്റിങ് ഇപ്പം കുറച്ച് മാറി വരുന്നു, എന്നാലും എത്തേണ്ടടുത്ത് എത്തിയിട്ടുള്ളതാണ്. ഇതെന്തോ കുട്ടികൾ കളിക്കാൻ പോകുന്നത് തെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്നുള്ളതാണ്. ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഓടുന്ന എല്ലാവരും, അല്ലെങ്കിൽ സ്വിം ചെയ്യുന്ന എല്ലാവരും, അല്ലെങ്കിൽ ഹോക്കി കളിക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാവരും ഹയസ്റ്റ് ലെവലിൽ കളിക്കണം എന്നില്ല, എത്തുകയില്ല. പക്ഷേ അറ്റ് എനി ലെവൽ യു പ്ലേ എനി സ്പോർട്ട്, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതോറിറ്റീസ്, ടീച്ചേഴ്സ്, അല്ലെങ്കിൽ സ്കൂൾ അതോറിറ്റീസ് ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഒന്നാമത് ഫിസിക്കൽ ഫിറ്റ്നസ്, ഒരു എന്താ പറയുക, ഒരു ഹെൽത്തി ഒരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്യാൻ, ഒരു യങ് സൊസൈറ്റിയെ ബിൽഡ് ചെയ്യാൻ അത് ആവശ്യമാണ്. രണ്ടാമത്, ഞാൻ പറയാമല്ലോ, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഇതിൽ ഞാനിപ്പം ഐ വർക്ക് ഇൻ കോർപ്പറേറ്റ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ട്രെയിനിങ് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ചെയ്യുന്നു. സ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എനിക്ക് കിട്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ. ഇറ്റ്സ് എ എൻഫോഴ്സ്ഡ് ഡിസിപ്ലിൻ, ഓൾമോസ്റ്റ് ആർമി ലൈക്ക് ഇതാണ്. കാരണം ഇപ്പോൾ ഞാനൊരു ലീഗ് വിദേശത്ത് ചെയ്തിട്ട് വന്നു, അവിടുത്തെ ലോക്കൽ ടൈം നമ്മുടെ ടൈമുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ തന്നെ ഉറക്കം കുറച്ച് ഇതായിരിക്കും. ലോക്കൽ ടൈം 6:30 മണിക്ക് ആണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ 6:30 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമ്മൾ എത്ര മണിക്ക് എഴുന്നേക്കണം? 7 മണിക്ക് അവിടുന്ന് ബസ് ക്രൂ ലീവ് ചെയ്യും. അത് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തന്നെ നമ്മൾ ചെല്ലണം. ചെന്ന് കഴിയുമ്പോൾ ലേറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിന് ഒരു നെഗോസിയേഷൻ ഇല്ല. 1 മിനിറ്റിൽ കൂടുതൽ ആരും വെയിറ്റ് ചെയ്യുകയില്ല. നമ്മുടെ ഇൻ്റർനാഷണൽ മാച്ചസ് കളിക്കാൻ പോകുന്ന എല്ലാ ടീമും ഇങ്ങനെ തന്നെയാണോ മൂവ് ചെയ്യുന്നത്? എല്ലാവരും അതുപോലെ ഇതാണ്. ഒരു ബസ്സൊക്കെ മിസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കറിയാം, മറ്റേ എനിക്ക് തോന്നുന്നു 2006 തോന്നുന്നു ഓസ്ട്രേലിയ ബംഗ്ലാദേശിൽ പോയപ്പോഴത്തേന് അവിടെ ആൻഡ്രൂ സൈമൺസ് ഒരു ടീം മീറ്റിംഗ് മിസ് ചെയ്ത് ദ ലേറ്റ് ആൻഡ്രൂ സൈമൺസ്. അന്ന് മൈക്കിൾ ക്ലാർക്ക് ആയിരുന്നു ക്യാപ്റ്റൻ. മൈക്കിൾ ക്ലാർക്ക് ടുക്ക് ഇറ്റ് അപ്പ്, അല്ല റിക്കി പോണ്ടിങ്, അന്ന് ആ ഒരു സീരീസിൽ മൈക്കിൾ ക്ലാർക്ക് ആയിരുന്നു തോന്നുന്നു ക്യാപ്റ്റൻ. ഈ ടുക്ക് ഇറ്റ് അപ്പ് വെരി സീരിയസ്ലി. അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂ, അത് 2006 അതിന് ശേഷമാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷേ ദ വാസ് എ ടൈം വെൻ അഗെയിൻ ഇൻ എ സീരീസ് അഗെയിൻസ്റ്റ് ബാംഗ്ലാദേശ് ഇത് നടന്നു. ഇതൊരു വലിയൊരു കുറ്റമായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കൊമൻട്രി ഇതിൽ നമ്മുടെ ഷെഡ്യൂളുണ്ട്, റോസ്റ്റർ എന്ന് പറയും. അത് നമ്മൾ ഒരു റോസ്റ്റർ മിസ്സായാൽ അത് ഇറ്റ്സ് ടേക്കൺ ആസ് എൻ ഒഫൻസ് പലപ്പോഴും. അതെനിക്കൊന്നും നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ യു ബിക്കം ലോട്ട് മോർ ഡിസിപ്ലിൻ. അതുപോലെ തന്നെ പല ആൾക്കാർക്ക് ചിലർ ഇൻട്രോവേർട്സ് ആയിരിക്കും, ചിലർ എക്സ്ട്രോവേർട്സ് ആയിരിക്കും. ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ഒരു ടീം സ്പോർട്ട് കളിക്കുന്ന ആ ഒരു ലേണിംഗ് ഇൻ ടേംസ് ഓഫ് യുവർ ഇൻ്റർപേഴ്സണൽ communication, interpersonal relationships, in terms of team building, in terms of having a sense of belonging, പല രീതിയിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടാൻ, ആൻഡ് തോക്കാൻ പഠിക്കുന്നു, ജയിക്കാൻ പഠിക്കുന്നു, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുന്നു. There is so much that you learn from the play field. അത് പലപ്പോഴും ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇപ്പം പറഞ്ഞില്ലേ, പെട്ടെന്ന് ഇതുകൂടെ പറയാം. അതായത് ഹയസ്റ്റ് ലെവൽ, ഇപ്പം US എടുത്താലും, അല്ലെങ്കിൽ ചൈന എടുത്താലും, അല്ലെങ്കിൽ ട്രഡീഷണലി USSR ആ ദിനങ്ങൾ എടുത്താലും, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ USSR. അത് കഴിഞ്ഞിട്ട് ഇപ്പം അല്ലെങ്കിൽ ഫ്രാൻസ് ആയാലും, അല്ലെങ്കിൽ ടു സം എക്സ്റ്റെൻറ്റ് ഓസ്ട്രേലിയ, UK, ഇവർക്കൊക്കെ ആ ഒരു ലെവലിലെ സ്പോർട്ടിംഗ് ഗ്ലോറി എന്ന് പറയുന്നത് അത് നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മളിവിടെ എല്ലാ 4 വർഷവും 140 കോടിയുണ്ട്, 150 കോടിയുണ്ട്, അല്ലെങ്കിൽ 130 കോടിയുണ്ട്, വാടവ ഇത്രയും മെഡലേ ഉള്ളോ അല്ലെങ്കിൽ മെഡൽ ഇല്ലേ എന്ന് പറയുന്നുള്ളൂ. ബട്ട് ഹൗ ഡു വി പ്രൊഡ്യൂസ് മെഡൽസ്?
അത് അഭിനവ് ബിന്ദ്ര എന്നോട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെയാണ്. അതായത് ഞാൻ ചോദിച്ചു, ഗോയിങ് ഇൻ ടു ദ ഫൈനൽ ഷോട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൊമെൻറ്റ്, ദ ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ ഫോർ ഇന്ത്യ, ഞാൻ ചോദിച്ചു എന്തായിരുന്നു നിങ്ങളുടെ അതിൽ ഒരു ഇത്. എനിക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു മൊമെൻറ്റിനെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. അതായത് വർഷങ്ങളോളം പല കാര്യങ്ങൾ, അതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ, എൻ്റെ കോച്ചുകൾ, അല്ലെങ്കിൽ എൻ്റെ ഫെയിലിയേഴ്സ്, എൻ്റെ വിക്ടറീസ്, ഇതിൻ്റെ എല്ലാം ഒരു കൾമിനേഷനാണ് ഒരു ഗോൾഡ് മെഡൽ എന്ന് പറയുന്നത്. നമുക്ക് ആ കൾച്ചറില്ല. ആൻഡ് ദ പോയിന്റ് ദാറ്റ് യു സ്റ്റാർട്ടഡ് വിത്ത്, ഞാനത് പറയുന്നത് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നുകൊണ്ട് പറയുകയാണ്. ഐ റിമെമ്പർ ഇൻ 2015 DD സ്പോർട്സിൻ്റെ സ്റ്റുഡിയോയിൽ അന്നത്തെ കേരളത്തിൻ്റെ സ്പോർട്സ് മിനിസ്റ്റർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, വട്ടിയൂർക്കാവിൽ നമുക്കൊരു നല്ലൊരു ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ നാഷണൽ ഗെയിംസ് വന്നതുകൊണ്ട് ഫെസിലിറ്റീസ്, വാട്ട് ഡു യു പ്ലാൻ ടു ഡു ടു എൻഷോർ ദാറ്റ് ദീസ് ഫെസിലിറ്റീസ് റിമെയിൻ ഇൻടാക്ട്? അപ്പോൾ അദ്ദേഹം അതിനൊരു മറുപടി, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, പൊളിറ്റിക്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മളുടെ ആ പല ഫെസിലിറ്റീസിൻ്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ചു. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്റ്റുഡിയോയുടെ വളരെ അടുത്താണ് പലതും. ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെയും പ്രശ്നമാണ്. അൺലെസ് വി ഹാവ് എ റാഡിക്കൽ ചേഞ്ച് ഇൻ ദ കൾച്ചർ. നമ്മൾ പിന്നെ ഒരു കാര്യം കൂടെ പറയാം, അതിപ്പം ലിയാൻഡർ പേസ് ആയാലും അല്ലെങ്കിൽ അഭിനവ് ബിന്ദ്ര ആയാലും നീരജ് ചോപ്ര ആയാലും നമ്മുടെ സിസ്റ്റം കൊണ്ട് അവർ മെഡൽ പ്രൊഡ്യൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ, സിസ്റ്റം ഇമ്പ്രൂവ് ആയിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർക്ക് അവരുടെ പേഴ്സണൽ, അവരുടെ ടാലൻറ്റ് കൊണ്ടും അതുകൊണ്ട് തന്നെ അവരെ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്, സെൻസ് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, അവരെ പേഴ്സണൽ ഹാർഡ്ഷിപ്സ് എൻഡ്യോർ ചെയ്ത് അവരുടെ സ്വന്തം ഇതിൽ നിന്ന് ട്രെയിൻ ചെയ്തൊക്കെയാണ് പലരും മെഡൽ നേടിയിട്ടുള്ളത് ഇന്ത്യയിൽ. അതുകൊണ്ടാണ് ഹോക്കി ഇപ്പോൾ തിരിച്ച് രണ്ടാമത്തെ ഒരു ബ്രോൺസ് നേടിയപ്പോൾ നമുക്ക് ഇത്ര സന്തോഷം വരാൻ കാര്യം, ആഫ്റ്റർ സച്ച് എ ലോങ് ടൈം. അതെ, തീർച്ചയായിട്ടും. സ്പോർട്സിൽ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ടഫ്. പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഈ ട്രെയിനിങ് നിരന്തരം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. പണ്ട് 90s ഈ സ്പോർട്സ് ഹോസ്റ്റൽസിലൊക്കെ വെക്കേഷൻ വരുമ്പോൾ ട്രെയിനിങ് കംപ്ലീറ്റ് നിർത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ജേർണൽസ് വായിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മുടെ അതായത് ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു, ട്രെയിനിങ് നിർത്തുന്ന ഒരു പീരീഡിൽ അത് താഴേക്ക് വരുന്നു. വീണ്ടും നമ്മൾ അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ ഹോസ്റ്റൽ തുറക്കുന്നു, ട്രെയിനിങ് തുടങ്ങുന്നു, വീണ്ടും ഇങ്ങനെ ഗ്രാഫ് വരുന്നു. ഇത് ഒരു പരിധി കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്നില്ല, എല്ലാ ഗ്രാഫും ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്നു. നേരെ മറിച്ച് പ്രൊഫഷണൽ ട്രെയിനിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് വരുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഓഫ് സീസൺ വർക്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു. ഗ്രാജുവലായി സിസ്റ്റമാറ്റിക്കായി പെർഫോമൻസ് പീക്കിലെത്തിക്കേണ്ട സമയത്ത് പീക്കിലെത്തിക്കുന്ന ആ ഒരു സംഭവം. രണ്ട്, മെൻ്റൽ ടഫ്നെസ് വളർത്തിക്കൊണ്ടുവരാനുള്ള, വിജയിക്കുക എന്ന് പറയുന്നത് ഒരു സ്വഭാവമാക്കേണ്ടതാണ്, അല്ലെ, ഒരു ശീലമാക്കേണ്ടതാണ്, അല്ലേ? ഇപ്പം നമ്മൾ ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ കാര്യം പറയാം. ക്രിക്കറ്റ് എന്തുകൊണ്ടാണ് ഇപ്പം ഇന്ത്യ ദ മോസ്റ്റ് ഡോമിനൻറ്റ് ഫോഴ്സ് ഇൻ വേൾഡ് ക്രിക്കറ്റ് അറ്റ് ദ മൊമെൻറ്റ്? പല രാജ്യങ്ങളെ നമ്മളുടെ ഒരു ബി സൈഡോ അല്ല സി സൈഡോ പോയി തോപ്പിക്കാൻ, ഇപ്പോൾ നമ്മൾ ശ്രീലങ്ക ഒരു സീരീസ് തോറ്റു, ബട്ട് ദാറ്റ് ഈസ് ബൗണ്ട് ടു ഹാപ്പൻ. ബട്ട് ഇത് കുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, എന്നോട് വെങ്കിട്ടറാവൻ സാർ, ശ്രീനിവാസ് വെങ്കിട്ടറാവൻ വാസ് ഫോമർ ഇന്ത്യ ക്യാപ്റ്റൻ ആൻഡ് ICCയുടെ അമ്പയർ ആയിരുന്നു. അദ്ദേഹം എനിക്ക് ഒരു ഫംഗ്ഷനിൽ മീറ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞ ആൾ, ഒരു സമയം ഉണ്ടായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ, അതായത് ഒരു ടെസ്റ്റ് മാച്ച് ക്രിക്കറ്ററിന് 50 രൂപയായിരുന്നു അന്നത്തെ ഫീ. ഈ 50 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂലി ഇതാണ്, അതായത് ഒരു ദിവസത്തെ കൂലിയാണ്. ആ ദിവസം നിങ്ങൾ വർക്ക് ചെയ്താലേ കൂലിയുള്ളൂ, ലൈക്ക് വി വുഡ് ഗിവ് എനിബഡി എൽസ്, റൈറ്റ്? അപ്പം ചില ദിവസങ്ങളിൽ ഇന്ത്യ നോക്കാൻ പോകുമായിരിക്കും, പക്ഷേ എങ്ങനെയെങ്കിലും ഞങ്ങൾ ആ 4-ാം ദിവസത്തിൽ നിന്ന് 5-ാം ദിവസത്തേക്ക് മാച്ച് എത്തിക്കും. കാരണം 4 ദിവസത്തെ കളി തീർന്നാൽ 200 രൂപ കിട്ടുള്ളൂ. 5-ാമത്തെ ദിവസം കൂടെ ആണെങ്കിൽ 250 രൂപ കിട്ടും. വിൽ ഗെറ്റ് 250 റുപ്പീസ്. ഞാൻ സത്യമുള്ള കാര്യമാണ് പറയുന്നത്. 1960s ഓസ്ട്രേലിയ ടൂർ ചെയ്ത ഇന്ത്യൻ സൈഡിന് രാത്രി കഴിക്കാൻ ഡിന്നറിന് വകയില്ലാതെ അവർ ഫിഷിങ്ങിന് പോയിട്ടുണ്ട്. അത് ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി. അവിടെ നിന്നൊക്കെ വളരെ ഇന്ത്യൻ ക്രിക്കറ്റ് പുരോഗമിച്ചു. കാരണം മണി മാറ്റേഴ്സ്, പൈസ മാത്രമല്ല, ഹൗ യു ഇൻവെസ്റ്റ് ആൻഡ് ഹൗ യു യൂട്ടിലൈസ് ദറ്റ് മണി. ആൻഡ് BCCI ടുഡേ is doing tremendously well പല കാര്യങ്ങളിലും. അതിലൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ആ ഒരു IPL എന്ന് പറഞ്ഞത്, പണ്ട് നമുക്കൊരു ഇതുണ്ടായിരുന്നു, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കാമെന്ന് ഇപ്പോൾ നാട്ടിലൊരു ചൊല്ലുണ്ട്. അതുപോലെ we were not up to it, so we were very poor tourists. So we would beat anybody in India and we go get bashed when we go abroad. അത് സൗത്ത് ആഫ്രിക്കയിലായാലും ഓസ്ട്രേലിയയിലായാലും സംടൈംസ് ഇംഗ്ലണ്ടിലായാലും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട്, അത്രയും എക്സ്പോഷർ വന്നിട്ടുണ്ട്. IPL ഹാസ് മെയ്ഡ് ഹ്യൂജ് ഡിഫറൻസ്. കാരണം അത്ര പേടിയില്ല, കാരണം എല്ലാവരോടും മിക്സ് ചെയ്യുന്നു.
അല്ലെങ്കിൽ നമ്മൾ ഒരു 18 അല്ല 17, 18, 19, 20 വയസ്സുള്ള ഒരു യങ്സ്റ്റർ ഏതെങ്കിലും ഇന്ത്യയുടെ ഒരു ന്യൂക്കാൻ കോളനിയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട് സ്കൗട്ട് ചെയ്യപ്പെട്ട് നേരെ ചെല്ലുന്ന എങ്ങോട്ടാണ്? ഒരു ക്രിസ് ഗെയിലിൻ്റെ അടുത്തേക്കോ ഒരു വാർണറിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അതുപോലൊരു സൂപ്പർ സ്റ്റാർ അടുത്തേക്ക്. സോ വെൻ യു സ്പെൻഡ് a couple of months training and learning, even if you don't get to play a match, you are traveling with these people, you are sharing the dressing room, you are getting to observe them, you're getting to interact with them, you're watching them from very close quarters, how they go about doing their business, how do they train, how do they cope with failures, what is their attitude. ഇതൊക്കെ ഒരു ഭയങ്കരമായിട്ട് ഒരു ഇതാണ്. And one more point what you said was mental toughness. നമ്മൾ വേൾഡ് കപ്പ് 2011 ജയിക്കുമ്പോൾ there was a time when one person used to double up as a manager, coach, ഇങ്ങനെയൊക്കെയുള്ള സമയം ഉണ്ടായിരുന്നു. ടീമിൻ്റെ കൂടെ 1-2 പേര് പോകുമായിരുന്നു. ഇൻഫാക്ട് 83 പോയ ടീമിൻ്റെ ഒരു ആഗ്രഹം ഇതെന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ US പോകുന്നതല്ല ഇവിടെ പോകുന്ന പലർക്കും പല പ്ലാൻസ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് വേൾഡ് കപ്പ് കളിക്കുന്നു എന്നുള്ളതായിരുന്നു. ആ ആക്സിഡൻറ്റ് ഇപ്പം 2 ആക്സിഡൻസ് ആണ് ഇന്ത്യയിൽ നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നടന്നിരിക്കുന്നത്, വിച്ച് ടേൺഡ് the cricketing world on its head. ഒന്ന്, a group of tourists going to England and coming back with a cup. 1983 Kapil's Devils. But full credit the way they played. അതിനുശേഷം 2007 remember when India were invited to play in the inaugural T20 World Cup, top guys didn't want to play. Sachin, Saurav, Rahul, ഇവരെല്ലാവരും for whatever reason. പക്ഷെ അതൊരു വേറൊരു റെവല്യൂഷന് ധോണിയുടെ അണ്ടറിൽ വളരെ യങ് ആയിട്ടുള്ള ക്രിക്കറ്റേഴ്സിനെ കൊണ്ടുവന്ന് ഹിതർ അൺനോൺ പീപ്പിൾ. ജോഗീന്ദർ ശർമ്മ ആ ലാസ്റ്റ് ഓവർ എറിഞ്ഞ് അതും ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. തമാശയ്ക്ക് ഞാൻ ഇവിടെ കേട്ടതാണ്. ആദ്യത്തെ ആക്സിഡൻറ്റ് ഇന്ത്യ 83 വിൻ ചെയ്തതാണ്. രണ്ടാമത്തെ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ മിസ്ബാഹുൽ ഹക്ക് വിചാരിച്ചു ആ ബോളിന് പേസ് ഉണ്ടാവുമെന്ന്. അത് പേസ് ഉണ്ടായിരുന്നത് 6 പോയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് 2007 ഫൈനലിലെ അവസാനത്തെ ആ ഒരു ബോളാണ്, ആ വിക്കറ്റാണ്. അത് അങ്ങോട്ട് പോകുന്നു. രണ്ടാമത് തമാശയ്ക്ക് പറയും വാട്ട് മിസ്ബാ ഡിഡ്ന്റ് നോ ദാറ്റ് there's a Malayali in every corner of the world. അവിടെ ശ്രീശാന്ത് നിൽക്കുന്ന പുള്ളി കണ്ടില്ല, അങ്ങനെ ഒരു ക്യാച്ച് എടുത്ത് ഇതായി എന്നുള്ളത്. പക്ഷേ നമുക്ക് ആ മെൻ്റൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരു വാക്ക് വളരെ, അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് വളരെ കറക്റ്റാണ്. പാഡി അപ്റ്റൺ നമ്മുടെ ഗ്യാരി കേർസ്റ്റിൻ്റെ ടീമിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, മെൻ്റൽ കണ്ടീഷനിങ് കോച്ച് പാഡി അപ്റ്റൺ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിസോഴ്സസ് ഇപ്പോൾ ഉണ്ട്. പക്ഷേ think of our hockey players അല്ലെങ്കിൽ ബാക്കി ബാഡ്മിൻ്റൺ ഇസ് ഡൂയിങ് ഫെയർലി വെൽ. ബാക്കിയുള്ള സ്പോർട്ടിൽ നമുക്കൊരു കാര്യം കൂടെ ഉണ്ട്. ചൈന ഇത്രയും മെഡൽസ് കിട്ടുന്നു, എങ്ങനെ കിട്ടുന്നു? ചൈനയ്ക്ക് ചില ഈവൻസിൽ അവർ ഒരു പ്രതീക്ഷയും വെക്കുന്നില്ല. കാരണം അവർക്കറിയാം ദേ ആർ സ്മോളർ, ഷോർട്ടർ, ലെസ് ബിൽഡ് ഗൈസ്. അപ്പോൾ അവർ എന്താ ചെയ്യുന്നത്? എവിടെ ഒരു സുപ്പീരിയർ ഫിസിക്കൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ സൈസ് ഒക്കെ മാറ്റർ ചെയ്യുന്ന സ്പോർട്ടിൽ അവർ വളരെ കുറവാണ്. അതിന് പകരം ദേ ഐഡൻറ്റിഫൈ ദോസ് ഡിസിപ്ലിൻസ് വേർ ദേ ഹാവ് എ ചാൻസ്. ഇപ്പോൾ ടേബിൾ ടെന്നീസ് അല്ലെങ്കിൽ ഡൈവിങ്, ഇങ്ങനെയുള്ളതൊക്കെയാണ്. നമുക്കങ്ങനെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പം വരുന്നുണ്ട്, എന്നാലും എത്തിയിട്ടില്ല. അല്ല, അത്ലറ്റിക്സിൽ ശരിയാണ്. അത്ലറ്റിക്സിലൊക്കെ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ടീം ഓഫ് എക്സ്പേർട്സ് ആണ് കോച്ച് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് കോച്ചസിനെ അവർക്ക് ഏറ്റവും താഴ്ന്ന, അതായത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യാനായി അവൈലബിൾ ആണ്. കാരണം ചെറിയ പ്രായത്തിൽ തെറ്റായ ടെക്നിക്സ് പഠിച്ചാൽ വളർന്നു കഴിഞ്ഞാൽ തിരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ബെസ്റ്റ് കോച്ചസാണ്. ഏറ്റവും അടിസ്ഥാനപരമായ ഒന്ന്, അവിടെ ഇൻഡിപെൻഡൻറ്റ് കോച്ചിങ് ലൈസൻസ് കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം 7 വർഷം മറ്റു 2 കോച്ചസിൻ്റെ കീഴിൽ, ഇൻഡിപെൻഡൻറ്റ് കോച്ചിങ് ലൈസൻസ് ഉള്ള കോച്ചസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യണം. നമുക്കങ്ങനെയല്ല. ഞാനിപ്പോൾ നാഷണൽ പാർട്ടിസിപ്പേഷൻ എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ NISൽ നിന്ന് കോഴ്സ് പാസ്സായാൽ മതി. 1 വർഷം കൊണ്ട് ഞാൻ 44 ഇവൻറ്റ്സിൻ്റെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നൊരു കോച്ചായി മാറുകയാണ്. ഇറ്റ് ഷുഡ് ചേഞ്ച്. അപ്പോൾ അതിൽ കുറേയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റിഫ്രഷർ കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതൊന്നും പോരാ. കുറേ കൂടി എക്സ്പേർട്സ് വരേണ്ടതുണ്ട്. വേറൊന്ന്, ഒരു ഹോസ്റ്റലിൽ 10-30 കുട്ടികളുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു കോച്ചാണ്. വേറൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് സ്പോർട്ട് ഒരു ഫാൻ ഇൻ ഇന്ത്യ, സ്പോർട്സ് ഫാൻ, ഒരു സ്പോർട്ടിംഗ് ഫോളോവർ ഇൻ ഇന്ത്യ, NBA എല്ലാ താരങ്ങളെ അറിയായിരിക്കും. പക്ഷേ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടീമിൻ്റെ കോച്ച് ആണെന്നോ, ക്യാപ്റ്റൻ ആരാണെന്നോ, അല്ലെങ്കിൽ കീ പ്ലേയേഴ്സ് ആരാണെന്നോ അറിയണമെന്നില്ല. ഇപ്പോൾ ഫുട്ബോൾ, ഇപ്പം ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് സന്തോഷ് ട്രോഫിയുടെ എനിക്ക് ഓരോ ടീമിൻ്റെ എല്ലാ പ്ലേയേഴ്സിനും അറിയാമായിരുന്നു. അപ്പം അന്ന് അച്ഛൻ സന്തോഷ് ട്രോഫി ഫൈനൽ കാണിക്കാൻ
എന്നെ അനിയനെയും കൂടെ ഞങ്ങൾ സ്കൂളിൽ ചെറിയ കുട്ടികളാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒരുപക്ഷെ ഞാൻ കുറ്റം പറയല്ല, ബാഴ്സലോണയുടെയും ലിവർപൂളിൻ്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും അല്ലെങ്കിൽ യുനോ ഇതിൽ ഇപ്പം ലാലിഗ അല്ലെ ഇറ്റാലിയൻ ലാലിഗ അല്ലെങ്കിൽ സ്പാനിഷ് ലാലിഗ അല്ലെ ഇറ്റാലിയൻ സീരിയ അല്ലെങ്കിൽ യുനോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇതിൻ്റെയൊക്കെ പ്ലേയേഴ്സിനെ അറിയാം. നമ്മുടെ നാട്ടിലെ അത് നമ്മൾ തന്നെ കുഴപ്പമാണ്. ആ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇറ്റ് ഹാസ് ടു ബി അട്രാക്റ്റീവ് അത്രേ ആവുന്നില്ല. ഇപ്പോൾ സന്തോഷ് ട്രോഫിയൊക്കെ ഓൾമോസ്റ്റ് നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ട് നടക്കുന്ന പോലും ആൾക്കാർ അറിയുന്നില്ല. പക്ഷെ ഒരു സമയത്ത് അതായിരുന്നു. ലീഗ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടോ ഒരു വേണ്ട രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ശ്രീ പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രിക്കറ്റിൽ ഒരുപാട് നന്നായി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന വെൽത്തിയ ബോഡിയാണ് BCCI എന്ന് പറഞ്ഞാൽ. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. പക്ഷേ ഫുട്ബോളിൽ അങ്ങനെയല്ല കാര്യം. നമ്മുടെ ഫുട്ബോളേഴ്സ് അവർ കഴിക്കുന്ന ആഹാരം എനിക്ക് തോന്നുന്നില്ല റിച്ചാണെന്ന്, അല്ലെങ്കിൽ പ്രോട്ടീൻ എത്രത്തോളം പ്രോട്ടീൻ റിച്ചാണ് എന്ന് എനിക്കറിയില്ല. അത്ലറ്റ്സിൻ്റെ ഫുഡും അങ്ങനെ തന്നെ ആയിരിക്കണം. എത്ര അത്ലറ്റ്സിന് നല്ല ഫുഡ് കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹോസ്റ്റൽസിൽ ചിലപ്പോൾ ഉണ്ട്. ബട്ട് കേരള സർക്കാരിൻ്റെ ഹോസ്റ്റൽസിൽ പലപ്പോഴും കുട്ടികൾക്ക് ശരിയായ രീതിയിൽ ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമാണ്. കാരണം പലപ്പോഴും നമുക്ക് മാധ്യമപ്രവർത്തകരാണല്ലോ കോൾ വരുന്നത്, ഇത്ര നാളത്തേക്കുള്ള ഫുഡ് കൊടുക്കാൻ കാശില്ല. കോച്ചസാണ് അതിൻ്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഹോസ്റ്റൽ നടത്തിപ്പുകാർക്ക് ഫുഡ് കൊടുക്കാനുള്ള പൈസ കിട്ടുന്നില്ല കുട്ടികൾക്ക്. അപ്പോൾ എങ്ങനെ അവർ എന്തെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് കൊടുക്കും, കഞ്ഞിയും പയറും കുടിച്ച്. അല്ലെങ്കിൽ കഞ്ഞിയും പയറും മോശമൊന്നല്ല, പക്ഷേ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്ക് നല്ല ഫുഡ് തന്നെ കൊടുക്കണം. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് സീരിയസ് ആയി എടുക്കാൻ സാധിക്കും. എത്ര സ്കൂൾസ് ഉണ്ട്, ഒരുപാട് സ്കൂൾസ് ഉണ്ട് കായിക അധ്യാപകരില്ലാത്തതായി. എത്രയോ യോഗ്യരായിട്ടുള്ള മുൻ കായിക താരങ്ങൾ ജോലിയില്ലാതെ നടക്കുന്നു. മറ്റു പല കൺസ്ട്രക്ഷൻ വർക്കേഴ്സായി പോലും നടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു ജോലി കൊടുക്കൂ. സർക്കാരിന് എന്തുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നില്ല? നല്ല ജോലി അവർക്ക്. അതുപോലെ തന്നെ കായിക താരങ്ങൾക്ക് പോലീസിൽ ഒരു റിസർവേഷൻ വയ്ക്കൂ. അതൊന്നും കൃത്യമായ രീതിയിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കള്ളനെ ഓടിച്ചിട്ട് പിടിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ, ഇത് നടന്ന സംഭവമാണ്. ചെന്നൈയിൽ മലയാളിയായിട്ടുള്ള കസ്റ്റംസ് ഓഫീസർ ഗോൾഡ് സ്മഗ്ലർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഓടിച്ചിട്ട് പിടിച്ച ദേശീയ സ്പ്രിൻറ്റ് ചാമ്പ്യനുണ്ട്. അങ്ങനെ ഒട്ടേറെ കായിക താരങ്ങൾ നമുക്കുണ്ട്. ഇന്നും കസ്റ്റംസിൽ വിശിഷ്ട സേവനത്തിന് പ്രൊമോഷനും പതക്കങ്ങളും ഒക്കെ ലഭിച്ചിട്ടുള്ള കായിക താരങ്ങൾ ഉണ്ട്. രാമചന്ദ്രൻ ഒളിമ്പ്യൻ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ മികച്ച കായിക താരങ്ങൾ നമുക്കുണ്ട്. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ബട്ട് പ്രൊവൈഡഡ് ഇറ്റ് ഷുഡ് ബി സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലായിരിക്കണം എന്നുള്ളത്. we need a good ecosystem, a sporting ecosystem. അത് ബിൽഡ് ചെയ്യാനുള്ള ഒരു സമയമെടുക്കും. ആ ഒരു സ്ട്രക്ചർ ഇപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല കാര്യങ്ങൾ കോർപ്പറേറ്റ്സിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സ്പോൺസർഷിപ്പ് ഇപ്പോൾ കോർപ്പറേറ്റ്സ് ദേ ആർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ്. ഇപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ക്ലിയർ ആയിട്ടൊരു അവർക്കൊരു ഗെയിൻ കണ്ടാലേ അവർ സ്പോൺസർ ചെയ്യുള്ളൂ. ബട്ട് ദെൻ CSRൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മളുടെ ഐ തിങ്ക് ആൻ ഓവറോൾ കൾച്ചർ, ആ ഒരു സംസ്കാരം അത് മാറാതെ, അത് ഓരോ വീട്ടിൽ നിന്നും ഓരോ സ്കൂളിൽ നിന്നും ഓരോ ഇൻഡിവിജ്വലിൽ നിന്നും തന്നെ വരേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു നമ്മളുടെ സൈനിക ശക്തി അല്ലെ നമ്മളുടെ ഇങ്ങനെയുള്ള പവേഴ്സ് അതൊക്കെ ഇരിക്കട്ടെ, ഒരു വളരെ സിവിലൈസ്ഡ് ആയിട്ട്, വളരെ ഹെൽത്തി ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട് നമ്മളുടെ ഒരു സൂപ്പർ പവർ സ്റ്റേച്ചോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് അത് പുറം ലോകത്ത് കാണിക്കാൻ എനിക്ക് തോന്നുന്നു സ്പോർട്സ് പോലെ വേറൊരു ഇതില്ല. ആൻഡ് യു ലുക്ക് അറ്റ് ഒളിമ്പിക്സ് ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്നത് അതുപോലെയാണ് പല ഇതിലും. നമ്മൾ വി ആർ ഗെറ്റിംഗ് ദെയർ, ബട്ട് വി ക്യാൻ ഡു എ ലോട്ട് ബെറ്റർ. യെസ്. പണ്ട് കേരളം, ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, കേരളം അത്ലറ്റിക്സിൻ്റെ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെയൊക്കെ നഴ്സറിയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് മറ്റു പല സംസ്ഥാനങ്ങളും കേരളത്തെ മറികടന്ന് മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഇതുകൂടെ പറയാൻ എനിക്ക് അവസരം ഉണ്ടെങ്കിൽ, ഞാനും ഒരു രീതിയിൽ ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു മീഡിയ എന്ന് പറയുന്ന സമൂഹമുണ്ട്, ജേർണലിസ്റ്റ് സമൂഹമുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ പറയുന്നത് വേറെ രീതിയിൽ എടുക്കരുത്. സഞ്ജു സാംസനെ ടീമിൽ എടുക്കുന്നില്ല എന്നുണ്ട്, എവറി തേർഡ് പോസ്റ്റ് ദാറ്റ് യു സീ ഇസ് അബൌട്ട് സഞ്ജു സാംസൺ. അതിൻ്റെ ഇടയ്ക്ക് ബാക്കി സ്പോർട്ടിംഗ് താരങ്ങൾ പലതും ചെയ്യുന്നുണ്ട്, പലതും അച്ചീവ് ചെയ്യുന്നുണ്ട്. യുനോ ദ ബീൻ സ്ലിപ്സ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ്, അങ്ങനെ കാര്യങ്ങൾ വിട്ടുപോകുന്നുണ്ട്. വൈ ഡോണ്ട് വി പ്രൊമോട്ട് ആക്റ്റീവായിട്ട്? നമുക്ക് ഇതൊരു ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു കൾച്ചറായിപ്പോയി. ആൻഡ് ഐ തിങ്ക് വി ആർ ഓവർ ഡൂയിങ് ഇറ്റ്. And this comes from a true lover of cricket. കാരണം നമ്മൾ അതൊന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷേ ക്രിക്കറ്റ് എല്ലാത്തിനെയും കില്ല് ചെയ്യുന്നു എന്നുള്ളൊരു ഇതും ഞാൻ എഗ്രി ചെയ്യുന്നില്ല. കാരണം യു കനോട്ട് ആസ്ക് സംബഡി ടു കം ഡൗൺ, റാദർ യു ട്രൈ ടു ഗോ അപ്പ്
അതിൽ ഈ ബോഡീസിനൊക്കെ അത് ബാസ്കറ്റ്ബോൾ ആയാലും വോളിബോൾ ആയാലും ബോക്സിംഗ് ആയാലും ഫെൻസിങ് വിച്ച് എവർ സ്പോർട്ട് യു ടോക്ക് അബൌട്ട് we need people with absolute vision, great vision. We need visionaries at the top. Yes. Because it starts at the top and the bottleneck is invariably at the top. യെസ്, തീർച്ചയായിട്ടും. നമുക്ക് സ്പോർട്സ് വളർത്തണമെന്നുണ്ടെങ്കിൽ അതിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കുന്നവർ അവരുടെ കസേരകളെ ആദ്യം അവസാനിപ്പിക്കുക. സ്പോർട്സിന് വേണ്ടി നിങ്ങൾ കളിക്കൂ, സ്പോർട്സിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കൂ, കുട്ടികളെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കൂ, അവർക്ക് വേണ്ട നല്ല പോഷകാഹാരം കൊടുക്കൂ, യോഗ്യരായിട്ടുള്ള കായിക അധ്യാപകരെ നൽകൂ, കോച്ചസിനെ നൽകൂ. അപ്പോൾ ഇതിലൂടെ അവർക്ക് നല്ലൊരു എക്കോസിസ്റ്റം ഒരുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശ്രീദത്ത് പറഞ്ഞതുപോലെ ഗംഭീരമായ പ്രകടനം നമുക്ക് ഒളിമ്പിക്സിൽ നടത്താൻ സാധിക്കും, ഏഷ്യൻ ഗെയിംസിൽ നടത്താൻ സാധിക്കും, മെഡലുകൾ വന്നുകൊണ്ടേയിരിക്കും, അല്ലേ? Absolutely, and let's hope for that. തീർച്ചയായിട്ടും. എന്തായാലും ആ പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. സ്റ്റേഡിയം തുറന്നു കിട്ടുവാൻ സമരം ചെയ്യേണ്ടി വന്ന സാഹചര്യം പോലും നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തായി ഉണ്ടായിരുന്നു. ഇനി അതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. പൊളിറ്റീഷ്യൻസ് ഷുഡ് റിയലൈസ് ചെയ്യൂ, നിങ്ങൾ തിരിച്ചറിയൂ, നിങ്ങളുടെ ജോലി ചെയ്യുക, സ്പോർട്സുകാരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. സ്പോർട്സ് സ്റ്റേഡിയംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റേഡിയംസ് എന്ന് പറയുന്നത് സ്പോർട്സിനുള്ളതാണ്, നിങ്ങളുടെ കളിയിടമല്ല. അതുപോലെ എല്ലാ മേഖലയിലും അത് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കും. അവരവരുടെ ജോലി ഭംഗിയായി ചെയ്യുക, മറ്റുള്ളവരുടെ ജോലിയിൽ കൈകടത്താതിരിക്കുക. അതുതന്നെയാണ് സ്പോർട്സിലും എല്ലാ മേഖലയിലും പറയാനുള്ളത്. ഇനി വേദിയിലെത്തിയ ശ്രീദത്ത് എസ് പിള്ളയ്ക്ക് വളരെയധികം നന്ദി. ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.